ഓക്കെ, ഞാൻ കേരളത്തിൽ കണ്ണൂർ പയ്യന്നൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് സുജന എന്നാണ്. ഇവിടെ ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യാന ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ ഹേർട്ട്, അതുപോലെ വൃക്കൻ്റെ ചെറിയൊരു പ്രശ്നം, അങ്ങനെ കുറേ ഷുഗറുമായി ബന്ധപ്പെട്ട കുറേ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് മിക്കവാറും ഇവിടെ തന്നെയാണ് ചെയ്യാറ്. ഇന്ത്യാന ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കംഫർട്ടായി എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മറ്റുള്ള നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലിനൊക്കെ അപേക്ഷിച്ച് നല്ലൊരു പെരുമാറ്റ രീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇവിടെയുള്ള ഡോക്ടേഴ്സ് നല്ല പെരുമാറ്റമാണ്. നമുക്ക് അവരുടെ സംസാരത്തിൽ തന്നെ രോഗിയുടെ ഏകദേശം അസുഖങ്ങൾ പാതിയാവും എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നേഴ്സിൻ്റെ ഇടപെടൽ, നേഴ്സ് എല്ലാവരും നല്ലൊരു ഇടപെടലായിരുന്നു. എനിക്ക് തോന്നുന്നു നല്ലൊരു കോഴ്സ്, നല്ലൊരു മാനേജ്മെൻറ്റ്, ഇന്ത്യാന ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ സ്റ്റാഫും ഇത്രയും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും സാധാരണ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കിടയിൽ പോലും നല്ലൊരു പെരുമാറ്റം, നല്ലൊരു സൗഹാർദ്ദമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് ഇന്ത്യാന ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഡോക്ടറെ പേരെടുത്ത് പറയണമെങ്കിൽ സന്ധ്യ റാണി മാഡം, ശോഭിത മാം, പ്രദീപ് സാറ്, അതുപോലെ തന്നെ കുമാർ കൃഷ്ണ, ആദിത്യ സാറ്, ഇവരെല്ലാം കീഴിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരോടൊക്കെ പെരുമാറ്റം, ഓരോരാളുടെ പേരെടുത്ത് പറയാൻ എല്ലാവരും നല്ലൊരു പെരുമാറ്റമാണ് പേഷ്യൻറ്റിനോട് കാണിക്കുന്നത്. സാധാരണ നമ്മളെ നാട്ടിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട് ഡോക്ടേഴ്സിൻ്റെ പെരുമാറ്റം കുറച്ച് മോശമായ രീതിയിൽ, റഫായ രീതിയിൽ പെരുമാറ്റം ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും ബെറ്ററായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നേഴ്സുമാറും, നാട്ടുമുറയിലെ നേഴ്സുമാരുടെ പെരുമാറ്റവും കുറച്ച് മോശമായ രീതിയിൽ ഞാൻ അനുഭവപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇവിടെ നോക്കുമ്പോൾ ഓരോ നേഴ്സുമാരും നമുക്ക് ഡേ എന്നോ നൈറ്റ് എന്നോ വ്യത്യാസമില്ല. 1 മണിക്ക് പോലും ഇവർ വന്നിട്ട് നേഴ്സ് വരികയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യാന ഹോസ്പിറ്റലിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പൊതുവേ ഇവിടെയുള്ള മൊത്തം പേഷ്യൻറ്റിനോട് ഞാൻ അഭിപ്രായം ചോദിച്ചിടത്ത് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് ഇന്ത്യാന ഹോസ്പിറ്റലിനെ കുറിച്ച് ഉള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഇൻഷുറൻസിൻ്റെ കാര്യം, ചില ഹോസ്പിറ്റലിൽ ചില അസുഖത്തിന് മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് തരുള്ളൂ, അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഏത് അസുഖമായാലും ഇൻഷുറൻസ് എല്ലാ അസുഖത്തിനും ഇവർ ക്ലെയിം ചെയ്ത് തരുന്നുണ്ട്. അതിന് നീറ്റ്, വളരെ വൃത്തിയാണ് ഇവിടെ. ഒരു ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷം ഇവിടെ ഒരിക്കലും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. 3 നേരം റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നു, ടോയ്ലറ്റ് 3 നേരം ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ അത്രയും വൃത്തിയുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതിന് നന്ദി പറയുന്നത് ഇന്ത്യാന ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിനോട്. ഇത്രയൊരു മാനേജ്മെൻറ്റ് പവറാണെന്ന് തോന്നുന്നത്. ഓരോ വ്യക്തിയും ഓരോ സ്റ്റാഫിൻ്റെയും പെരുമാറ്റത്തിന് ഇത്രമാത്രം ഇത് കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നല്ലൊരു ശ്രമം ഉണ്ട് എന്ന് തന്നെയാണ് ഓരോ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യാന ഹോസ്പിറ്റൽ എപ്പോഴും സൂപ്പറായിട്ട് തന്നെ നിലനിൽക്കുന്നു. താങ്ക് യു. Indiana Hospital and Heart Institute. Aid. Inspire. Aspire.